വോട്ടുകളുടെ ആരോപണത്തിൽ പാർലമെന്റ് മുന്നിൽ നിന്നും പ്രതിഷേധം. ഇന്ത്യ സഖ്യമാണ് പാർലമെന്റിൽ അവിടെ പ്രതിഷേധം നടത്തുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇലക്ഷൻ കമ്മീഷനെതിരെ അസാധാരണ നീക്കം, ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കാൻ ഇന്ത്യ മുന്നണി ആലോചിക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും എവിടെയും തൊടാത്ത വിശദീകരണ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വോട്ടുകൊള്ള വിടുന്നില്ല, വോട്ട് ചോരി അല്ലേ ബൽറാം? വോട്ടുകളുടെ ആരോപണത്തിലാണ് പാർലമെന്റ് മുന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഇന്നുമുള്ളത്. സ്റ്റോപ്പ് വോട്ട് ചോരി, വോട്ട് മോഷണം തടയുക എന്നതാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. വോട്ട് മോഷണം എന്നത് ഭരണഘടനയെ ആക്ഷേപിക്കലാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതൊന്നും എന്തായാലും ഇന്ത്യ സഖ്യം മുഖവരിക്കെടുക്കുന്നതില്ല. എന്താ മുദ്രപത്രമൊക്കെ പിടിക്കുന്നുണ്ട്. വോട്ട് ചോരി എന്ന കറുത്ത പ്ലക്കാർഡ്, വോട്ട് മോഷണം എന്ന മലയാളത്തിൽ കൊടുക്കുന്നൂർ സുരേഷ് MP പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ സ്റ്റോപ്പ് വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വോട്ട് മോഷണം തടയുക എന്നത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കൂടുതൽ ശക്തമാക്കുന്നു ആ പ്രതിഷേധം ഇന്ത്യ മുന്നണി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ECയുടെ വാർത്താ സമ്മേളനത്തിൽ മറുപടിയില്ലായ്മയിൽ ഈ വോട്ട് ചോരി ആരോപണം കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് ബൽറാം? ഹാഷ്മി, പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി ഇന്ത്യ സഖ്യത്തിന്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് പാർലമെന്റിൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഈ വർഷകാല സമ്മേളനത്തിന്റെ 18 ദിവസവും പ്രതിപക്ഷം ഈ പാർലമെന്റിന് മുന്നിൽ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധം ഇന്നും തുടർന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയ ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. രാഹുൽ ഗാന്ധി വസ്തുതാപരമായി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല എന്നും വൈകാരികമായ രാഷ്ട്രീയ മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ നൽകിയത് എന്നുമാണ് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു രാഷ്ട്രീയമായ BJPയെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന, ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടികളെക്കുറിച്ച് പ്രതിപക്ഷം ആലോചിച്ച് തുടങ്ങുന്നത്. അത് രാജ്യചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത് എന്നും പറയേണ്ടി വരും. എന്തായാലും ലോക്സഭയ്ക്കകത്തും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് പ്രതിപക്ഷം ഇന്നും. അതേസമയം രാജ്യസഭയിൽ അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശന് ആദരം അർപ്പിക്കുകയാണ്. രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്ന ഒരു സുപ്രധാന കാര്യം എന്നുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഇന്ന് ലോക്സഭയിൽ അവസാനത്തെ ഐറ്റമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ സഹകരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ ബഹിരാകാശ രംഗത്ത് ഒരു വലിയ നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ പങ്ക് അത് വളരെ വലുതാണ്. 2047 വികസിത് ഭാരത് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുടെ പങ്ക് എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും പ്രതിപക്ഷം, അതുമായി സഹകരിക്കും. എന്നാൽ മറ്റു യാതൊരു സഭാ നടപടികളുമായും സഹകരിക്കേണ്ടതില്ല എന്നും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുക. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇന്നും ബീഹാറിൽ യാത്ര തുടരുകയാണ്, വോട്ട് അധികാർ യാത്ര. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിലെ മറ്റു നേതാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കുക ഈ വിഷയത്തിൽ എന്നു തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഹഷ്മി, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.